നമസ്തേ, നാടൻ രുചിയിലേക്ക് സ്വാഗതം. 22/8/2020 ഈ വർഷത്തെ വിനായക ചതുർത്ഥി ആഘോഷം. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് 21/8/2020 വെള്ളിയാഴ്ച രാത്രി 11 മണി 2 മിനിറ്റിനും അവസാനിക്കുന്നത് 22/8/2020 രാത്രി 7 മണി 57 മിനിറ്റിനുമാണ്. പൂജാ സമയം 22/8/2020 ഉച്ചയ്ക്ക് 11 മണി 6 മിനിറ്റിനും 1 മണി 42 മിനിറ്റിനും ഇടയിലാണ്. കൊറോണ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷങ്ങളൊന്നും ഈ വർഷം ഉണ്ടാകില്ലെങ്കിലും ദൈവത്തിനുള്ളത് നമ്മൾ സമർപ്പിക്കേണ്ടതല്ലേ. ആയതിനാൽ വിനായക ചതുർത്ഥിക്ക് ചില പ്രസാദങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ചെയ്യാവുന്ന വിധത്തിൽ തയ്യാറാക്കി വിഘ്നേശ്വരന് സമർപ്പിക്കാം. വീഡിയോ ലെങ്ത് കുറയ്ക്കുന്നതിനായി വളരെ വേഗതയിലാണ് കാണിക്കുന്നത്. പിന്നീട് ഓരോ ഇനങ്ങളും വിശദമായി തയ്യാറാക്കി കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് പാൽപ്പായസവും തയ്യാറാക്കുന്നതിനായിട്ട് കുക്കറിൽ പാലെടുക്കാം. 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 100 ഗ്രാം പച്ചരിയും 150 ഗ്രാം പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എന്നിവ എടുത്തിട്ടുണ്ട്. ചുണ്ടലിനായിട്ട് കാബൂളി, തേങ്ങ ചിരകിയത്, ഉപ്പ്, വറുത്ത് കൂട്ടുന്നതിനായിട്ട് കടുകും മുളകും, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. കുക്കറിൽ വെള്ളമൊഴിക്കുക. ചുണ്ടലും ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. പാൽപ്പായസത്തിനായിട്ട് വേറെടുപ്പിൽ കുക്കറിൽ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ചേർക്കാം. അരി മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട്. ചുണ്ടൽ വെന്തിട്ടുണ്ട്. നമുക്കത് വറുത്ത് കൂട്ടാം. ആയതിനായിട്ട് തവയെടുക്കുക. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, മുളക്, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റുക. പച്ചമുളക് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കാബൂളി ചെല്ലാം ചേർക്കാം. ചെന്നയിൽ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചുണ്ടൽ തയ്യാറായിട്ടുണ്ട്. കുക്കറിൽ പാലും അരിയും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഒഴിച്ച് നന്നായി തിളപ്പിച്ച് എടുക്കാം. അതിലേക്ക് ഏലക്കപ്പൊടി കൂടി ചേർത്ത് യോജിപ്പിക്കാം. ചട്ടിയിൽ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അല്പം കാഷ്യൂനട്ടും മുന്തിരിയും വറുത്ത് നമ്മുടെ പായസത്തിൽ കൊട്ടിക്കഴിഞ്ഞാൽ പാൽപ്പായസം റെഡിയായി. ഇത് കഴിഞ്ഞാൽ നമുക്ക് മോദകം തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് തവയിൽ അല്പം നെയ്യ് എടുത്ത് ചൂടാക്കുക. അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. 2-3 അച്ച് വെല്ലം ചിരണ്ടിയെടുത്ത് അതും ചേർത്ത് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. നട്ട്സ് ഏതെങ്കിലും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്
തയ്യാറായിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി പൊടിയെ എടുത്തിട്ടുണ്ട്. അത് 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. തവയിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ അല്പം നെയ്യ് ഒഴിക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കലക്കി വെക്കുന്ന മാവ് ചേർക്കണം. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അതിൽ. ആ വെള്ളം മുഴുവൻ പറ്റി മാവ് വെന്ത് വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് മോദകത്തിൻ്റെ അച്ചുണ്ടെങ്കിൽ മോദകത്തിൻ്റെ രൂപത്തിൽ എടുത്ത് ആവിയിൽ വേവിക്കാം. അച്ചില്ലെങ്കിൽ കൊഴുക്കട്ട രൂപത്തിൽ തയ്യാറാക്കി ആവിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് മാവ് കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളാക്കി എടുത്തിട്ടുണ്ട്. അതും മോദകത്തോടൊപ്പം ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി കൊഴുക്കട്ട ഒന്ന് വറുത്ത് കൊട്ടണം. അതിലേക്ക് ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നു. കടുക്, മുളക്, കറിവേപ്പില, അല്പം തേങ്ങ ചിരകിയത് എന്നിവ കൂടി ചേർത്ത് ഇളക്കുക. അതിലേക്ക് ആവിയിൽ വേവിച്ച് വെച്ച കൊഴുക്കട്ട മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കമ്മണി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ശർക്കര പൊങ്കൽ തയ്യാറാക്കുന്നതിനായിട്ട് 150 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. വെല്ലം 3-4 വെച്ചെടുക്കാം. ആദ്യം നമ്മൾ കുക്കറിൽ അരി വേവിച്ചെടുക്കാം. അരിയോടൊപ്പം പരിപ്പ് ചേർക്കാം. ഇത് മൈസൂർ ദാൾ എന്ന് പറയുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് പരിപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഉഴുന്ന് കുടയ്ക്കായിട്ട് ഉഴുന്ന് വെള്ളം കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, കുരുമുളക്, പച്ചമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി വട രൂപത്തിൽ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പൊങ്കലിനുള്ള അരി പരിപ്പ് കൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിൽ വേവിച്ച് വെച്ച അരി തോരപ്പരിപ്പ് കൂട്ട് നന്നായി ഉടച്ചെടുത്തിട്ട് തവയിൽ നമ്മൾ നെയ്യൊഴിച്ച് അതിലേക്ക് കൊട്ടുക. അത് നന്നായി മാഷ് ചെയ്തെടുക്കുക. അതിലേക്ക് നേരത്തെ വെച്ചിരിക്കുന്ന വെല്ലം പാവ് കാച്ചെടുത്തിട്ടുണ്ട്. ആ പാവ് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ശർക്കര പൊങ്കൽ അല്പം കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് മുഴുവൻ വെള്ളം വറ്റിക്കേണ്ടതില്ല. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. തേങ്ങ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിക്കാൻ വീഡിയോയുടെ സമയം കൂടുന്നതുകൊണ്ട് തൽക്കാലം കാണിക്കുന്നില്ല. പിന്നീട് നമുക്കത് കാണിക്കാം. ഗണപതിയെ നമുക്ക്
അണിയിച്ചൊരുക്കാം. ഗണപതിക്ക് ഊണിലിടാം, കറുകമാല വയ്ക്കാം, വെറ്റില, അടയ്ക്ക എന്നിവ വയ്ക്കാം. ലഭ്യമായ പഴവർഗ്ഗങ്ങളും നമ്മളിപ്പോൾ തയ്യാറാക്കിയ പ്രസാദങ്ങളും വയ്ക്കാം. വിളക്ക് കൊളുത്തി ചന്ദനത്തിരി കൊളുത്തി പൂജിക്കാം. തേങ്ങ, വെള്ളം, പൂക്കൾ എടുത്തിട്ടുണ്ട്.